ഹായ് ഹലോ. ഇന്ന് നമ്മൾ ഷാഡോ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള തുണിയിലാണ് ഷാഡോ വർക്ക് ചെയ്യാറുള്ളത്. ഇവിടെ ഞാൻ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കോട്ടൺ തുണിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സിമ്പിൾ ഫ്ലവർ വരച്ചിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി ആങ്കർ ത്രെഡ് 2 strands ആണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് തുടങ്ങുന്നത്. അപ്പോൾ സൂചി ഇവിടുന്ന് മുകളിലേക്ക് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് സൂചി താഴേക്ക് ഇറക്കി കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ച് തുടങ്ങിയെടുത്തുനിന്ന് തന്നെ സൂചി മുകളിലേക്ക് എടുക്കണം. എന്നിട്ട് ഈ സൈഡിലായിട്ട് തൊട്ടടുത്തായിട്ട് സൂചി താഴേക്ക് ഇറക്കി കൊടുക്കാം. ഇനി നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് സൂചി മുകളിലേക്ക് എടുക്കണം. എന്നിട്ട് നമുക്ക് താഴേക്ക് ഇറക്കി കൊടുക്കാം. ഇനി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഉള്ള ഈ സ്റ്റിച്ചിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് സൂചി മുകളിലേക്ക് എടുക്കാം. എന്നിട്ട് ഒരു ചെറിയ സ്റ്റിച്ച് കൊടുക്കാം. നമ്മൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ് ശരിക്കും ഇവിടെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചിൻ്റെ ആ ക്രിസ് ക്രോസ് വരുന്ന ഭാഗം ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നതെന്ന് മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ചെറിയ ചെറിയ സ്റ്റിച്ചസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ സ്റ്റിച്ചസ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ബാക്ക് സൈഡിൽ വരുന്ന ക്രിസ് ക്രോസ് സ്റ്റിച്ചസ് അടുപ്പിച്ചടുപ്പിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ സ്റ്റിച്ചസ് ഞാനിവിടെ കൊടുക്കുന്നത്. ഈ ക്രിസ് ക്രോസ് സ്റ്റിച്ചസ് അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ത്രെഡിൻ്റെ കളറ് നല്ലപോലെ തന്നെ ഷാഡോ ആയിട്ട് വരുന്ന കാണാം. നമുക്ക് വലിയ സ്റ്റിച്ചസും ചെയ്യാം. പക്ഷേ വലിയ സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ ആ ക്രിസ് ക്രോസ് വരുന്ന സ്റ്റിച്ച് അകന്നകന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷാഡോയുടെ കളറും കുറവായിരിക്കും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ചിൻ്റെ വലുപ്പം കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പെറ്റൽ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ നമുക്ക് കാണാം ഈ സിഗ്സാഗ് വരുന്ന സ്റ്റിച്ചസ് എല്ലാം നല്ലപോലെ അടുപ്പിച്ചടുപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഈ പെറ്റലിൻ്റെ നടുക്കായിട്ട് ഒരു ബ്ലൂ കളർ ഷാഡോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയും ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഷേപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു സൈഡ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ആ സൈഡിൽ ഞാൻ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അതുപോലെ സ്റ്റെമ്മിലും ബാക്ക് സ്റ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കോട്ടൺ, അതുപോലെ ഓർഗൻസ, അതുപോലത്തെ ഉള്ള മെറ്റീരിയൽസിൽ ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ് ഈ ഷാഡോ വർക്ക്. അപ്പോൾ എല്ലാവർക്കും ഷാഡോ വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.